ഇന്ന് നമ്മൾ കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇത്തിരി പോലും കുട്ടികൾ ബാക്കി വെക്കാണ്ട് കഴിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും അരിഞ്ഞിട്ട് കൊടുക്കുക. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു 4 പച്ചമുളകും പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്കൊരു 2 തക്കാളി, അത്യാവശ്യം ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒന്നെടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് എരിവ് അത്യാവശ്യത്തിലധികം വേണം. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ടാവും. അതും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു 5-6 പീസ് ചിക്കൻ മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. നമ്മൾ 1/2 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്താൽ മതി. ഇനി ഈ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക. ഒന്നായി വന്നാൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ചോറിനും കൂടി ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലാക്കിയാൽ അത്രയും നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി. അപ്പോഴത്തേക്ക് ചോറ് റെഡിയായി. അപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചോറിൻ്റെ കൂടെ അച്ചാറാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കുട്ടികളെ നാളത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാവട്ടെ. സ്നാക്സായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ഇന്ന് വേറെ ഒന്നും ആക്കിയില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.